യൂണിവേഴ്സിറ്റിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലെ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ 28ാമത്തെ ചോദ്യം കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. കണ്ടീഷണൽ സെന്റൻസ് ഒരു സാങ്കല്പിക സാഹചര്യം സംഭവിക്കുകയാണെങ്കിൽ, ഒരു സാങ്കല്പിക സ്ഥിതിവിശേഷം സംജാതമാവുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ളതാണ്. അപ്പോ നീ മഴ പെയ്യുകയാണെങ്കിൽ, മഴ പെയ്യുന്ന പക്ഷം ഞാൻ ഇന്ന് വരില്ല. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ നോട്ട് കം ടുഡേ എന്ന് പറയുന്ന ഒരു വാചകം, അത് കണ്ടീഷണൽ സെന്റൻസ് ആണ്. നമുക്കറിയില്ല മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് അൺസർട്ടൻ തന്നെയാണ്. അങ്ങനെ അൺസർട്ടൻ ആയിട്ടുള്ള, ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനെ നമ്മൾ ഇഫ് ഉപയോഗിച്ചു പറയാം. ഇഫ് കൊണ്ട് തുടങ്ങണം അങ്ങനെയുള്ള വാചകങ്ങൾ. അല്ലെങ്കിൽ അൺലെസ്, അല്ലാത്ത പക്ഷം, അങ്ങനെ ചെയ്യാത്ത പക്ഷം അല്ലെ എന്ന രീതിയിൽ പറയണം. അപ്പൊ നമുക്കത് സംഭവിച്ചിട്ടില്ല, ഭാവിയിൽ സംഭവിക്കുമ്പോഴേ അറിയാമല്ലോ അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന്. ഇപ്പൊ നമുക്ക് ഒരു വ്യക്തതയും ഇല്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള വാചകങ്ങള് അൺലെസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് ഈ കണ്ടീഷണൽ സെന്റൻസിന്റെ പ്രത്യേകതയായിട്ട് നമ്മൾ പറയണത്. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം, ഹൗ ഡസ് ക്രിട്ടിക്കൽ തിങ്കിങ് അഫക്ട് യു ആസ് എ റീഡർ ആൻഡ് റൈറ്റർ? ഒരു വായനക്കാരൻ എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ നിങ്ങൾ വിമർശന ചിന്തയോടുകൂടിയാണ് ഒരു പുസ്തകത്തെ വായിക്കാൻ സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എഴുത്തുകാരനാകുമ്പോൾ നിങ്ങളുടെ എഴുത്തിനെ വളരെ വിമർശന ചിന്തയോടുകൂടി തന്നെ സമീപിച്ചുമാണ് നിങ്ങൾ എഴുതാൻ. സോ അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുക? ക്രിട്ടിക്കൽ തിങ്കിങ് സിഗ്നിഫിക്കന്റ്ലി എൻഹാൻസസ് ബോത്ത് റീഡർ ആൻഡ് റൈറ്റർ. റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഇത് ആവശ്യമാണ്. ബൈ ഫോസ്റ്ററിങ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന പുസ്തകത്തെ നമുക്ക് കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. ആ കഴിവിനെ വളർത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ വിമർശന ചിന്ത നമ്മൾ ഉപകരിക്കും. ആസ് എ റീഡർ, ക്രിട്ടിക്കൽ തിങ്കിങ് എനേബിൾസ് യു ടു അനലൈസ് ആർഗ്യുമെന്റ്സ്. ഓരോ എഴുത്തുകാരും ഓരോ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാവും. അതിനെ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഐഡന്റിഫൈ ബയാസ്. ചിലപ്പോൾ പക്ഷപാതപരമായിട്ടുള്ള എഴുത്താണെങ്കിൽ അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അസംഷൻസ്, നിഗമനങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ആൻഡ് ലോജിക്കൽ ഫാലസീസ് ഇൻ ടെക്സ്റ്റുകളിലുള്ള ലോജിക്കൽ ഫാലസികൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ഇവാലുവേറ്റ് എവിഡൻസ്. തെളിവുകൾ പലതും നിരത്തുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞ ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ എവിഡൻസിനെ നിരത്തുന്നുണ്ടാവും നമ്മുടെ എഴുത്തുകാരൻ. അപ്പോ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന എവിഡൻസ് എത്രമാത്രം ഗുണമുള്ളതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അസസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് റെലവൻസ് ഓഫ് ദ സോഴ്സസ് ആൻഡ് ഡിപെൻഡന്റ് എവിഡൻസ് പ്രസന്റഡ്. അദ്ദേഹം ഏത് സോഴ്സിൽ നിന്നാണ് തെളിവ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിന്റെ വിശ്വസനീയതയെയും അതുപോലെ തന്നെ എവിഡൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നതിനെയും ഒക്കെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇന്റർപ്രറ്റ് മീനിങ്. അദ്ദേഹത്തിന്റെ ആ വാദമുഖത്തിന്റെ അർത്ഥവ്യാഖ്യാനം നമുക്ക് സാധിക്കും. അൺകവർ അണ്ടർലൈങ് തീംസ്. പറഞ്ഞിരിക്കുന്ന ആശയമല്ല, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പ്രമേയം എന്താണ്, അതിന്റെ ടോൺ എങ്ങനെയുള്ളതാണ്, ഓദർ അത് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ പർപ്പസ് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആസ് എ റൈറ്റർ, ക്രിട്ടിക്കൽ തിങ്കിങ് ഹെൽപ്സ് യു ടു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വിമർശന ചിന്ത നിങ്ങളെ സഹായിക്കുന്നത് എന്തിനൊക്കെയാണ്? കൺസ്ട്രക്ട് സ്ട്രോങ് ആർഗ്യുമെന്റ്സ്. ശക്തമായ വാദമുഖങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഡെവലപ്പ് വെൽ സപ്പോർട്ടഡ് ക്ലെയിംസ്. നന്നായി സപ്പോർട്ട് ചെയ്യുന്ന വാദമുഖങ്ങൾ. ആൻഡ് ആന്റിസിപ്പേറ്റ് കൗണ്ടർ ആർഗ്യുമെന്റ്സ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വാദമുഖം മുന്നോട്ട് വെച്ചാൽ അതിന് എന്തൊക്കെ എതിർ വാദമുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിവ് കൂടി നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓർഗനൈസ് ഐഡിയാസ് ഇഫക്റ്റീവ്ലി. ഫലപ്രദമായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആശയങ്ങളെ ക്രോഡീകരിക്കാൻ സാധിക്കും. സ്ട്രക്ചർ യുവർ റൈറ്റിംഗ് ഇൻ എ ലോജിക്കൽ ആൻഡ് കൊഹറന്റ് മാനർ. അപ്പൊ നിങ്ങളൊരു എഴുത്തുകാരന്, ഇത്ര നേരം പറഞ്ഞത് വായനക്കാരനാണെങ്കിൽ ഇപ്പൊ എഴുത്തുകാരൻ എന്ന നിലയിൽ ഉള്ള കാര്യം പറയുന്നത്. സ്ട്രക്ചർ യുവർ റൈറ്റിംഗ് ഇൻ എ ലോജിക്കൽ ആൻഡ് കൊഹറന്റ് മാനർ. വളരെ യുക്തിസഹമായിട്ട് മറ്റൊന്നിനോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ, ബന്ധപ്പെടുന്ന രീതിയിൽ, പരസ്പര ബന്ധിതമായി പോയിന്റ്സിനെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, എങ്ങനെ കൊഹറൻസ് ഒത്തുവരുമ്പോൾ നിലനിർത്തുന്നു എന്ന കാര്യമൊക്കെ വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ സാധിക്കും എഴുത്തുകാരനെ. യൂസ് എവിഡൻസ് പെർസ്യൂസീവ്ലി. നിങ്ങൾ തെളിവുകളായിട്ട് സപ്പോർട്ടിങ് എവിഡൻസ് വെക്കുമ്പോൾ അത് കണ്ട് നിങ്ങളുടെ പുസ്തകം വായിക്കുന്ന ആൾ നിങ്ങളിലേക്ക് പ്രേരിപ്പിക്കപ്പെടണം, പ്രലോഭിപ്പിച്ച് നിങ്ങളിലേക്ക് ചായ്വുണ്ടായി വരണം, അയാളെ നിങ്ങളുടെ പക്ഷത്തേക്ക് വലിച്ചടുപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എവിഡൻസിനെ നിരത്തണം. സെലക്ട് ആൻഡ് പ്രസന്റ് എവിഡൻസ് ദാറ്റ് എഫക്റ്റീവ്ലി സപ്പോർട്ട്സ് യുവർ ആർഗ്യുമെന്റ്. 30ാമത്തേത് പാർട്സ് ഓഫ് ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ്. നിങ്ങൾ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് ചില പാർട്സ് ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അതാണ് വേറൊരു ചോദ്യമാണ്. അപ്പോ ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ, സംവാദം നടത്തുമ്പോൾ, വിമർശനപരമായിട്ടാണെങ്കിൽ അനാലിസിസ് ഇൻവോൾവ്സ് എക്സാമിനിങ് ലാംഗ്വേജ് യൂസ്ഡ് ഇൻ സോഷ്യൽ കോണ്ടാക്ട്സ്. ആ സാമൂഹ്യ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയെ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്. കീ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒന്ന് ടെക്സ്റ്റൽ അനാലിസിസ് ആണ്. ആ എഴുതിയേക്കുന്ന പുസ്തകത്തിന്റെ വരികളെ നമ്മൾ പരിശോധിക്കുക എന്നുള്ളതാണ്. എക്സാമിനിങ് ദ ലാംഗ്വേജ് ഫീച്ചേഴ്സ്. അതിന്റെ ഭാഷാപരമായ സവിശേഷതകളെ പരിശോധിക്കുന്നു. സച്ച് ആസ് ടോൺ.
ആ ഭാഷ ഏത് ടോണിലാണ്, അതിന്റെ വാക്കുകളുടെ പദവിന്യാസ ക്രമം, അതിന്റെ സിന്റാക്സ് എന്നാ പറയുന്നത്. ഏത് വാക്ക് കഴിഞ്ഞ് ഏത് വാക്ക് എന്നുള്ളതിന്റെ ക്രമം ഉണ്ടല്ലോ, അതിനെയാണ് സിന്റാക്സ് എന്ന് പറയുന്നത്. വൊക്കാബുലറി, പദപ്രയോഗം, എത്രമാത്രം പദസമ്പത്തുണ്ട് അതിന് എന്നുള്ളത്, ഇതൊക്കെ ടെക്സ്റ്റുവൽ അനാലിസിസിന്റെ ഭാഗമാണ്. കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതല്ല, കൺസിഡറിംഗ് ദ സോഷ്യൽ സിറ്റുവേഷൻ ആൻഡ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. നമ്മൾ പറയുന്ന ടോപ്പിക്ക് ആ നാടിന്റെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രപരമായ സന്ദർഭത്തോടെ എത്രത്തോളം ഇണങ്ങുന്നു ആ ടെക്സ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാറ്റർ എന്നുള്ളതാണ്. അടുത്ത പവർ ഡൈനാമിക്സ് ആണ്. അനലൈസിങ് ഹൗ ലാംഗ്വേജ് റീഇൻഫോഴ്സസ് ഓർ ചാലഞ്ചസ് പവർ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ഭാഷ എങ്ങനെയാണ് ഈ പവർ റിലേഷൻഷിപ്പിനെയും സാമൂഹ്യ ഘടനയെയും വെല്ലുവിളിക്കുകയോ ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്നത് എന്ന കാര്യം. അപ്പൊ അതിന് ഐഡിയോളജിക്കൽ അനാലിസിസ് ആണ്, എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള വിശകലനമാണ്. ഐഡന്റിഫൈയിങ് അണ്ടർലൈയിങ് ഐഡിയോളജീസ്, ബയാസ് ആൻഡ് അസംഷൻസ് ഇൻ ടെക്സ്റ്റ്. ഓരോ ടെക്സ്റ്റുകളിലുമുള്ള പക്ഷപാതപരമായ എഴുത്തുകൾ, ആശയങ്ങളുടെ പിന്നിലുള്ള ആശയങ്ങള്, അതുപോലെ തന്നെ സങ്കല്പങ്ങള്, ടെക്സ്റ്റുകൾക്ക് പിന്നിലുള്ള ഊഹങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബൈ അപ്ലൈയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഡിസ്കോഴ്സ് അനാലിസിസ്. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അപ്ലൈ ചെയ്യുന്നതിലൂടെ, അതുപോലെ തന്നെ ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിലൂടെ യു ക്യാൻ ഡെവലപ്പ് എ മോർ നൗൺസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിന്റെ കൂടുതൽ സൂക്ഷ്മവും മറഞ്ഞു കിടക്കുന്നതുമായിട്ടുള്ള അർത്ഥത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാൻ ഇംപ്രൂവ് യുവർ ഓൺ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അങ്ങനെ നിങ്ങളുടെ സ്വന്തം റൈറ്റിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മറ്റൊരു ചോദ്യം 31. വാട്ട് ആർ ദ പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ റൈറ്റിംഗ് ഓഫ് ആൻ എസ്സേ. ഒരു എസ്സേ എഴുതുമ്പോൾ എന്തൊക്കെ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്, റെഡ് ആൻഡ് അനലൈസ് ദ എസ്സേ പ്രോംപ്റ്റ് ഓർ ക്വസ്റ്റ്യൻ. നമ്മുടെ ടോപ്പിക് മനസ്സിലാക്കുക, എസ്സേയുടെ പ്രോംപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. 2, ഐഡന്റിഫൈ ദ കീ തീംസ്. പ്രധാനപ്പെട്ട തീം എന്താണ്, പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്താണ്, എസ്സേ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് റിസർച്ച് ആൻഡ് ഗ്യാദർ ഇൻഫർമേഷൻ. ആ എസ്സേ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എവിടെന്നെങ്കിലും റിസർച്ച് ചെയ്ത് ശേഖരിക്കുക എന്നുള്ളത്. ദെൻ കണ്ടക്ട് റിസർച്ച് ഓൺ ദ ടോപ്പിക്, ഗ്യാദറിംഗ് റെലവന്റ് ഇൻഫർമേഷൻ ഫ്രം ക്രെഡിബിൾ സോഴ്സസ്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് റിസർച്ച് നടത്തി വിവരങ്ങൾ ശേഖരിക്കുക. നോട്ടുകൾ വേണമെങ്കിൽ എഴുതി തയ്യാറാക്കുക. ആശയങ്ങൾ ഒന്നിന് പിറകിൽ ഒന്നായ രീതിയിൽ നല്ല രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഓർഗനൈസ് ചെയ്യുക, ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കീ പോയിന്റ്സ് അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഏറ്റവും പ്രമുഖമായ ആശയങ്ങൾ ഏതൊക്കെയാണ്. ക്രിയേറ്റിംഗ് ആൻ ഔട്ട്ലൈൻ. എസ്സേയുടെ ഒരു ഔട്ട്ലൈൻ ആദ്യം ഡെവലപ്പ് ചെയ്തിരിക്കുക. റഫ് ആയിട്ടുള്ള എസ്സേ എങ്ങനെ വേണം, അതിന്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെ വേണം, അതിന്റെ പോയിന്റ്സ് എങ്ങനെ വേണം, അവസാനം അതിന്റെ കൺക്ലൂഷൻ എങ്ങനെ വേണം എന്നുള്ള അതിന്റെ എസ്സേയുടെ ആ ഒരു ശരീരഘടന പോയിന്റ്സ് ഔട്ട്ലൈൻ ആയിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കുക. ഡെവലപ്പ് എ ക്ലിയർ സ്ട്രക്ചർ ഓഫ് ആൻ എസ്സേ ഇൻക്ലൂഡിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ, ബോഡി ഓഫ് പാരഗ്രാഫ്സ് ആൻഡ് കൺക്ലൂഷൻ. ഓർഗനൈസ് ഐഡിയാസ് ലോജിക്കലി. എസ്സേയിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങൾ വളരെ യുക്തിസഹമായിട്ട് ലോജിക്കലായിട്ട് ഓർഗനൈസ് ചെയ്യുക. ആൻഡ് എൻഷുർ എ സ്മൂത്ത് ഫ്ലോ ഓഫ് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പുവരുത്തുക. എന്നിട്ട് മര്യാദക്ക് എസ്സേ എഴുതുക എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ്, റൈറ്റിംഗ് ദ എസ്സേ. റൈറ്റിംഗ് എ കമ്പലിംഗ് ഇൻട്രൊഡക്ഷൻ ദാറ്റ് സെറ്റ്സ് ദ ടോൺ ആൻഡ് പ്രൊവൈഡ് ദ ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്. ആ ഇൻട്രൊഡക്ഷൻ കമ്പലിംഗ് ആയിരിക്കണം. എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ ബാക്കിയും കൂടി വായിക്കാൻ തോന്നണം, നിർബന്ധിക്കണം ആ വായനക്കാരനെ. ആ രീതിയിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഡെവലപ്പ് വെൽ സപ്പോർട്ടഡ് ബോഡി. എസ്സേയുടെ ബോഡി വെൽ സപ്പോർട്ടഡ് ആയിരിക്കണം. പാരഗ്രാഫ്സ് യൂസിങ് എവിഡൻസ് ആൻഡ് എക്സാമ്പിൾസ് ടു ഇലസ്ട്രേറ്റ് പോയിന്റ്സ്. പോയിന്റ്സ് ഇലസ്ട്രേറ്റ് ചെയ്യാൻ എക്സാമ്പിൾസ് എവിഡൻസ് ഉപയോഗിക്കണം. കൺക്ലൂഡ് ദ എസ്സേ ബൈ സമ്മറൈസിങ് കീ പോയിന്റ്സ്. പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞുകൊണ്ട് എസ്സേ കൺക്ലൂഡ് ചെയ്യണം. ആൻഡ് റീട്രേറ്റിംഗ് ദ തെസിസ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ആ എസ്സേയുടെ തെസിസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന് ഒരിക്കൽ കൂടി ഊന്നൽ കൊടുത്ത് പറയണം. 5ാമതായിട്ട് റിവൈസിങ് ആൻഡ് എഡിറ്റിംഗ് റിവ്യൂ ഓഫ് ദ ടെക്സ്റ്റ് ഫോർ ക്ലാരിറ്റി. എസ്സേയുടെ ടെക്സ്റ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നും കൂടി റിവ്യൂ ചെയ്യണം, ഒന്നും കൂടി രണ്ടാമത് വായിച്ചു നോക്കണം. കൊഹറൻസ്, ലോജിക്കൽ ഫ്ലോയോ എവിടെയെങ്കിലൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ചിട്ടപ്പെടുത്തേണ്ടി വരും. എഡിറ്റ് ഫോർ ഗ്രാമർ. അവസാനമായിട്ട് ഗ്രാമർ, പങ്ക്ച്വേഷൻ, അങ്ങനെയുള്ള സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ ലാസ്റ്റാണ് നോക്കേണ്ടത്. എൻഷുർ പ്രോപ്പർ സൈറ്റേഷൻ ആൻഡ് റെഫറൻസിങ്. ഇനി ആരുടെയെങ്കിലൊക്കെ വാചകങ്ങളോ വാക്കുകളോ ആശയങ്ങളോ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൈറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 6ാമതായിട്ട് ഫൈനലൈസിംഗ് ദ എസ്സേ, മേക്ക് ആൻഡ് ഫൈനൽ റിവിഷൻ ആൻഡ് പ്രൂഫ് റീഡ് ദ എസ്സേ കെയർഫുള്ളി. ഫൈനൽ റിവിഷൻ നടത്തുക, എസ്സേയുടെ പ്രൂഫ് റീഡ് നടത്തുക. തെറ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവസാനഘട്ട വായനയാണ് പ്രൂഫ് റീഡിംഗ്. ഇൻഷുർ ദ എസ്സേ മീറ്റ്സ് ദ റിക്വയർമെന്റ്സ്. എസ്സേയില് ഒരു എസ്സേക്ക് വേണ്ട എല്ലാ ആവശ്യ ഘടകങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഈ സബ്മിറ്റഡ് ഓൺ ടൈം. സമയത്ത് എസ്സേ സബ്മിറ്റ് ചെയ്യുക. By following these steps, you can produce a well-structured, well-supported, effective essay.